ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജസ് കഫേ. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് പനിയാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ റോ റൈസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി റൈസ് 1 കപ്പ്. പിന്നെ മുഴുവൻ ഉഴുന്ന് 1 ഗ്ലാസ്, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഇത് രണ്ടും നല്ല വാഷ് ചെയ്ത് വെള്ളം ക്ലിയർ ആവുന്ന വരെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിയുടെ പുതിർത്തി വെച്ചേക്കുന്നതിൽ 2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. എന്നിട്ട് നമ്മളിത് രണ്ടും 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു, സോക്കായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉരുട് ദാലാണ് അരക്കുന്നത്. ഉരുട് ദാൽ അരക്കുമ്പോൾ എന്ന് വെച്ചാൽ മിക്സി ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് വാട്ടർ ചേർക്കും. നിങ്ങൾക്ക് വേണേൽ ഐസ് ചേർക്കാം. വെള്ളം കുറച്ച് ചേർത്താൽ മതി. അരച്ചെടുക്കുമ്പം അത്ര അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മളുടെ അരിയും അരച്ചെടുക്കും, ഐസ് വാട്ടർ തന്നെ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അത് ഉഴുന്ന് അരച്ച് വെച്ചതിലേക്ക് നമ്മൾ മാറ്റും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇവിടെ സെസ്മേ ഓയിലും ചേർക്കുന്നുണ്ട് കുറച്ച്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കും, ഓയിൽ അതിലേക്ക് ഒഴിക്കും. ഓയിൽ ചൂടായി വരുമ്പോൾ മസ്റ്റർഡ് സീഡ്സ് അതിലേക്കിടും. പിന്നെ ഉഴുന്നുപരിപ്പ് അതിലേക്കിടും. പിന്നെ കരിവേപ്പില 2 കൊളുന്ത് അതിലിടും. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം. പിന്നെ ഒരു ചെറിയൊരു വലിയുള്ളി സവാള കട്ട് ചെയ്തത് ഇടും. എന്നിട്ട് ഉള്ളി സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറവ് ഇതിലേക്ക് ആഡ് ചെയ്യും, ബാറ്ററിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് പനിയാര ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിൻ്റെ പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഓരോ കുഴിയിലേക്ക് ഞാൻ ഒരു തുള്ളി നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോ കുഴിയിലേക്ക് ബാറ്റർ ഇടും. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓരോ സൈഡ് 10 മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുക്കണം. നല്ല മുരിയുന്ന വരെ കുക്ക് ചെയ്യുക. ഒരു സൈഡ് കുക്കായിട്ട് ഇനി നമ്മൾ ഫ്ലിപ്പ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡും കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ പനിയാരം റെഡിയായി. ഇത് നല്ല സ്പൈസി ചട്നീൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.